കോളേജ് വരുന്നു പോയി അതിലും സ്പീഡിൽ നമുക്ക് തിരിച്ചു വരാം. ഒരു പ്രസന്റേഷൻ ഉണ്ടായി പോയി അല്ലെ കാണായിരുന്നു. വീട്ടിൽ കിടന്ന് പതിച്ചു മുടി സുഖമായിട്ട് ഉച്ച വരെ കിടന്നുറങ്ങിയേനെ. അവിടെ എത്തിക്കഴിഞ്ഞ പ്രസന്റേഷൻ ഉണ്ടെങ്കിലും അവിടെ എത്തുന്നവരെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അത് ഓണാക്കി വെച്ചോണ്ടാണ് നിന്നതും നടന്നതും ബസ്സിലും ബസ് സ്റ്റോപ്പിലും അങ്ങ് സ്റ്റേഷനിലും എല്ലാം നടന്നത്. പ്രസന്റേഷൻ ക്ലാസ്സിൽ ചെന്ന് ഒറ്റ തവണ ചെയ്യുള്ളെങ്കിലും അങ്ങ് എത്തുന്നവരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന ഒരു 100 തവണയെങ്കിലും പറഞ്ഞു നോക്കും. ഇനി പറച്ചിൽ കേട്ടാ തോന്നും തൊട്ടപ്പുറത്ത് ആരോ കാര്യമായിട്ട് കേട്ടോണ്ടിരിക്കുവാണെന്ന്. ആരുമില്ല, എല്ലാം എന്റെ സങ്കല്പത്തിലെ മനുഷ്യർ മാത്രം. അങ്ങനെ ഒരു ഭാഗത്ത് ഓൺലൈൻ ക്ലാസ്, മറുഭാഗത്ത് എന്റെ പറച്ചിൽ. ഓൺലൈൻ ക്ലാസ് പറച്ചിൽ, ഓൺലൈൻ ക്ലാസ് പറച്ചിൽ. അങ്ങനെ പറഞ്ഞു ക്ലാസ്സിൽ വരെ എത്തി അവിടെ ഒന്നും പറയാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം നന്നായിട്ട് മുഖത്ത് കാണാൻ പറ്റും. എന്നാലും എനിക്ക് ടെൻഷൻ അടിച്ച് കഴിക്കുന്നതിലോട് വലിയ താല്പര്യമില്ല. ഇനി എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ കഴിക്കാന്ന് വെച്ചാൽ എനിക്കൊരു അസുഖമുണ്ട്. ക്ലാസ് കഴിഞ്ഞ് എനിക്ക് അപ്പൊ വീട്ടിൽ എത്തണം. പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് കോളേജിൽ നിൽക്കാൻ പറ്റൂല. വീട്ടിൽ നിന്ന് കോളേജിൽ പോകാൻ ലേറ്റ് ആയാലും കോളേജിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരാൻ ഒരിക്കലും ഞാൻ ലേറ്റ് ആവില്ല. എന്തിനു പറയണം, രാവിലെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുമ്പോൾ ചിന്ത തന്നെ പെട്ടെന്ന് വൈകിട്ടായിരുന്നെങ്കിൽ ഈ നടന്ന് തിരിച്ചു നടക്കാലോന്ന്. വീട്ടിലേക്ക് മടങ്ങി പോകാനായിട്ടുള്ള എന്റെ അതിയായ ആഗ്രഹം കൊണ്ടാണോന്ന് അറിയില്ല. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയ എന്തേലും ഒരു നൂലാമാലകൾ എന്റെ തലയിൽ വന്ന് വീഴും. എന്നാ വയറ്റിലെ കോഴിക്കുഞ്ഞ് കരച്ചിലോ എന്നാ ധൃതി പിടിച്ച് കഴിച്ചിട്ട് ഓടാന്ന് വെച്ചപ്പോ ആവി വാർന്ന ചൂട് സാധനം എടുത്ത് വായിലിട്ട് നാക്കും പൊള്ളി കിട്ടി. സമാധാനം. അങ്ങനെ പറ്റുന്നത്രയും കുത്തിക്കേറ്റ് കഴിച്ചിട്ട് ഓടി ഇറങ്ങിയത് നേരെ ട്രെയിൻ പിടിക്കാനല്ല. ഇന്നത്തെ എന്റെ കോളേജിലേക്കുള്ള വരവില് മറ്റൊരു ദേശം കൂടി ഉണ്ടായിരുന്നു. പാസ്പോർട്ട് ഒക്കെ ആയിട്ട് പോകുന്നത് സെഫോറിന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാനാണ്. അല്ല, ഞാനിനി അവിടെ ചെന്ന് എന്റെ ബർത്ത്ഡേ ഈ മാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിച്ചില്ലെങ്കിലോ അതിന് തെളിവിനാണ് പാസ്പോർട്ട് എടുത്തത്. പിന്നെ ചെന്നോടനെ കയറി ചെന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ചോദിക്കുന്ന മോശമല്ലേ? അതുകൊണ്ട് കുറച്ചേരം അവിടെ താങ്ങി തൂങ്ങി നിൽക്കുന്നതിന്റെ കൂടെ രസത്തിന് അവിടെ ഇരിക്കുന്നൊക്കെ വാരി കയ്യിലും തേച്ച് നോക്കാം. അങ്ങനെ ചെയ്തിറങ്ങിയ പിന്നെ ഒരു സമാധാനം ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സെഫോറെ കയറുന്നത് ട്രെയിൻ കിട്ടാതെ പോയ ദിവസമാണ്. പിന്നെ എപ്പോഴൊക്കെ ട്രെയിൻ കിട്ടിയില്ലെങ്കിലും നേരെ കയറും സെഫോറയിൽ വായി നോക്കാം. പിന്നെ കണ്ണാടിയിൽ കുറച്ചു നേരത്തെ സൗന്ദര്യം ആസ്വദിക്കലിന് ശേഷം ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചപ്പോ എന്റെ ബർത്ത്ഡേ ഓഗസ്റ്റിലാണോ അതുപോലെ ചോദിക്കാതാണ് ഒരു സാധനം എടുത്തത്. എന്ത് നല്ല മനുഷ്യർ. 3 കാണിച്ചതിൽ തമ്മിൽ ഭേദമെന്ന് തോന്നിയതാണ് ഞാൻ എടുത്തത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്